കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എഴുതുമ്പോൾ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പോയിൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രമാണ്, അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫി ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പോയിൻറ്റുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോയിൻറ്റുകൾ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വരുമ്പോൾ ഈ പോയിൻറ്റുകൾ എങ്ങനെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിനെ കുറിച്ചാണ്. യൂണിവേഴ്സ് വളരെ വാസ്റ്റാണ്, ഒരു ടോട്ടൽ വലിയൊരു സിസ്റ്റമാണ്. ആ യൂണിവേഴ്സിൽ ധാരാളം സ്റ്റാറുകളുണ്ടെന്നും ആ സ്റ്റാറുകളുടെ കോമ്പിനേഷനെ നമ്മൾ ഗാലക്സികളെന്നും വിളിക്കും. ഇങ്ങനെയുള്ള കുറേയധികം ജനറലായ കാര്യങ്ങൾ യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നത് സോളാർ സിസ്റ്റത്തിൽ നിന്നാണ്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ സണ്ണുണ്ട്, 8 പ്ലാനറ്റുകളുണ്ട്, അതിൻ്റെ സാറ്റലൈറ്റുകളുണ്ട്, അതിൻ്റെ കോമറ്റുകളുണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്, മെറ്റിയോഴ്സ് ഉണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ സോളാർ സിസ്റ്റം എന്ന് പറയാറുള്ളത്. അപ്പോൾ സോളാർ സിസ്റ്റം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഈ 8 പ്ലാനറ്റുകളും അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറ്റലൈറ്റുകളും പിന്നെ സിസ്റ്റത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന കോമറ്റും ആസ്ട്രോയിഡ്സും മെറ്റിയോഴ്സും എല്ലാം നമ്മൾ പറയും. പക്ഷേ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പ്രതിപാദിക്കാറില്ല. കാരണം അത് ഒരു പെർമനൻറ്റ് പ്ലാനറ്റ് അല്ല, അതൊരു ഡ്വാർഫ് പ്ലാനറ്റാണ്. വല്ലപ്പോഴും വരും, വല്ലപ്പോഴും പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാത്തത്. അപ്പോൾ ഈ പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ എന്താണ്? സെൻറ്ററിൽ 99.9% മാസ്സുള്ള സൂര്യൻ തന്നെയാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലുള്ളത്. കാരണം ഏറ്റവും മാസ്സ് കൂടിയ സണ്ണിനായിരിക്കും മറ്റുള്ള എല്ലാത്തിനെയും ചേർത്ത് നിർത്താനും മാത്രമുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളത്. അതുകൊണ്ട് സെൻറ്ററിൽ സണ്ണാണ്. പിന്നെ എല്ലാ ഹെവൻലി ബോഡീസും അതുപോലെ പ്ലാനറ്റുകളും സാറ്റലൈറ്റ്സുകളും എല്ലാം ഈ സണ്ണിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സാധാരണ വരുന്നൊരു ചോദ്യമാണ്, വിച്ച് സ്റ്റാർ ഈസ് നിയറസ്റ്റ് ടു എർത്ത്? അതെങ്ങനെയുള്ള ഉത്തരം പറയുമ്പോൾ സണ്ണാണെന്ന് ഓർക്കണം. നമ്മൾ സാധാരണ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വെളിയിലേക്ക് പോയിട്ട് ആൻസർ പറഞ്ഞ് തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കുക, നമ്മളുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രമാണ്. അത് മനസ്സിലാക്കുക. ഇനി ഈ സോളാർ സിസ്റ്റത്തിലെ ഇന്നർ പ്ലാനറ്റുകളും ഔട്ടർ പ്ലാനറ്റുകളും ഉണ്ട്. ഇന്നർ പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് റോക്കി പ്ലാനറ്റ്സ് എന്നും ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ഒക്കെ അറിയപ്പെടുന്നതാണ് ഇന്നർ പ്ലാനറ്റ്. ഇന്നർ പ്ലാനറ്റ് ശരിക്കും ഈ മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ് വരെയുള്ള ആ പ്ലാനറ്റുകളെയാണ് നമ്മൾ ഇന്നർ പ്ലാനറ്റുകൾ അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സുകൾ അഥവാ റോക്കി പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളവ, അതായത് ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവയെ നമ്മൾ ഔട്ടർ പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവയെ ജോവിയൻ പ്ലാനറ്റുകളെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗേഷ്യസ് പ്ലാനറ്റുകളെന്ന് വിളിക്കും. ഈ പേരുകളും ടേമുകളും ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജോവിയൻ പ്ലാനറ്റ്സ് ഏത്, അല്ലെങ്കിൽ ഗേഷ്യസ് പ്ലാനറ്റ് ഏത്, അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റുകൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ ആണെന്ന് പറയാൻ സാധിക്കണം. ഇന്നർ പ്ലാനറ്റുകൾ ഏത്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾ ഏത്, അല്ലെങ്കിൽ റോക്കി പ്ലാനറ്റുകൾ ഏത് എന്ന് ചോദിച്ചാൽ മെർക്കുറിയും വീനസും എർത്തും മാഴ്സുമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച്. നമ്മളെല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ഭൂമി ഒരു സ്പിയറാണ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആക്ച്വലി ഭൂമി ഒരു സ്പിയർ അല്ല. അതിനെ നമ്മളൊരു ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നാണ് പറയുന്നത്. അതായത്
ഒരു സ്പിയറിൻ്റെ നടുഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്ന രണ്ട് അഗ്രങ്ങളും താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ഷേപ്പാണ് ഈ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. അത് സെൻറ്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ പോർഷൻ. ഇങ്ങനെയുള്ളൊരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ ഭൂമിയുടെ ഷേപ്പിൻ്റെ പ്രത്യേക പേര് തന്നെ പറയുന്നുണ്ട്, ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന ഷേപ്പ്. ഓക്കെ. പിന്നെ നിയറസ്റ്റ് പൊസിഷൻ ഓഫ് എർത്ത് ടു സൺ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം, അതിനെ നമ്മൾ പെരിഹീലിയോൺ എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും മാക്സിമം അകന്ന് നിൽക്കുന്നൊരു സമയവും കൂടെയുണ്ട്, അതിനെ നമ്മൾ അഫീലിയോൺ എന്ന് പറയും. ഏറ്റവും അകന്ന് നിൽക്കുന്ന സമയം, അതായത് എർത്ത് സണ്ണിന് ചുറ്റും റെവല്യൂഷനിൽ ഏർപ്പെടുമ്പോഴാണ് ഈ രണ്ട് പൊസിഷൻസും വരുന്നത് എന്നുകൂടെ ഓർക്കണം. ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നേരെ എർത്തിലേക്ക് വന്നാൽ, എർത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില പോയിൻ്റുകളുണ്ട്. അതായത് എർത്തിന് ഏറ്റവും പുറമേ ഒരു ക്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു മാൻഡിലുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കോറുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എർത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. എർത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ആവരണത്തെ ക്രസ്റ്റ് എന്ന് പറയും. അതിൻ്റെ നേരെ താഴെ കാണുന്ന ഭാഗത്തിനെ മാൻഡിൽ എന്ന് പറയും. അതിൻ്റെയും താഴെ കോർ എന്ന് പറയുന്ന ഭാഗമുണ്ടായിരിക്കും. ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേറെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇത് നമുക്ക് ആ പരീക്ഷയെ നേരിടുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് ഞാനീ പറയുന്നത്. 3 പോയിന്റുകളും നോക്കണം. അതായത് കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചത്. അതായത് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഓരോരോ എലമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രസ്റ്റായും മാൻഡിലായും കോറായിട്ടും ഭൂമിയെ സെപ്പറേറ്റ് ചെയ്തത്. ഇതിൽ ക്രസ്റ്റിൻ്റെ അപ്പർ പാർട്ടിനെ നമ്മൾ സിലിക്കോണും അലൂമിനിയവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗത്തിനെ സിയാൽ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഔട്ടർ പാർട്ട് ഓഫ് ദ കോർ, ക്രസ്റ്റ് അല്ല, ഔട്ടർ പാർട്ട് ഓഫ് ദ കോറിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം, അതിൽ നിക്കലും അയണുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് അതിനെ നിഫി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ഇതെല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയെ കോറും മാൻഡിലും ക്രസ്റ്റുമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് കാരണമായ പോയിൻ്റുകളാണ് പറയുന്നത്. അപ്പോൾ ആ പോയിൻ്റുകളിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സിയാൽ എന്താണ്, സിമ എന്താണ്, അല്ലെങ്കിൽ കോറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണ്, അല്ലെങ്കിൽ ക്രസ്റ്റിൻ്റെ അപ്പർ പോർഷനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണ്, ലോവർ ക്രസ്റ്റിൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണ്, ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പോയിൻ്റുകളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ ഭൂമി അതിൻ്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഭൂമി അതിൻ്റെ സ്വന്തം ആക്സിസിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സ്പിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ സ്പിന്നിങ്ങിനെയാണ് നമ്മൾ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. ഇതുമൂലമാണ് ഭൂമിയിൽ ഡേയും നൈറ്റും ഉണ്ടാകുന്നതും ടൈഡുകൾ, വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ റൊട്ടേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നതാണ് നമുക്ക് സാധാരണ വരാൻ സാധ്യതയുള്ള ചോദ്യം. ഡേ ആൻഡ് നൈറ്റും ടൈഡുകളും എന്നോർക്കുക. റൊട്ടേഷൻ്റെ ഡിറക്ഷനും ചോദിക്കാൻ സാധ്യതയുണ്ട്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് റൊട്ടേഷൻ. ഭൂമിയുടെ മോഷൻ, ഭൂമി എവിടെ സൂര്യന് ചുറ്റും കറങ്ങുന്ന ആ ഒരു മോഷൻ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, ഒരു ദീർഘവൃത്താകൃതിയിലാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം സൂര്യനെ ഭൂമി എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ നമ്മൾ 1 ഇയർ എന്ന് പറയും, അഥവാ 1 റെവല്യൂഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകുന്ന റെവല്യൂഷൻ മൂലമാണ് ഈ ഭൂമിയിൽ ഓരോരോ സീസണുകൾ വരുന്നത്. സീസൺസ്, പിന്നെ സമ്മർ, വിൻ്റർ, ഇങ്ങനെ പല പല സീസൺസ് നമുക്ക് വരാറുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ റെവല്യൂഷൻ ഓഫ് ദി എർത്ത് റൗണ്ട് ദ സണ്ണാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നമ്മൾ ബേസിക്കും മനസ്സിലാക്കണം. പിന്നെ
വേറെ ഈ സോളാർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളും കൂടെ ഉണ്ട്. ഒന്ന്, ഈ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഏത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം ജൂപ്പിറ്ററാണ്. ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്ററാണ്. അതുപോലെ ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റുകളുണ്ട്. ഇപ്പോൾ എർത്തിൻ്റെ സാറ്റലൈറ്റാണ് മൂൺ. അതുപോലെ തന്നെ ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഗാനിമെഡേ എന്ന ജൂപ്പിറ്ററിൻ്റെ സാറ്റലൈറ്റ് ആണെന്നാണ് ആൻസർ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അതുപോലെ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റാണ് നമ്മുടെ ഭൂമി, എർത്ത്. ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അതുപോലെ ഏറ്റവും തിളക്കമുള്ള പ്ലാനറ്റ്, ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് വീനസ് ആണ്. അതുപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് തൊട്ടടുത്ത് ഏറ്റവും ബ്രൈറ്റായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റാറുണ്ട്, ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഔട്ട്സൈഡ് ദ സോളാർ സിസ്റ്റം. അതിനെ സിറിയസ് അഥവാ ഡോഗ് സ്റ്റാർ എന്ന് പറയും. ഈ പേര് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിനോട് തൊട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് കാണപ്പെടുന്ന ആ സ്റ്റാർ ഏതാണ് എന്നും കൂടെ ചോദിക്കാറുണ്ട്. സോളാർ സിസ്റ്റത്തോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന, ഏറ്റവും ബ്രൈറ്റസ്റ്റ് അല്ല, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഏതാണ്? സിറിയസ് ആണ് അഥവാ ഡോഗ് സ്റ്റാർ ആണ്. പക്ഷെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാറുണ്ട്. അതിനെ നമ്മൾ പ്രോക്സിമ സെൻറ്റോറി എന്ന് പറയും. പ്രോക്സിമ സെൻറ്റോറി. ഇപ്പോൾ പ്രോക്സിമ സെൻറ്റോറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു സോളാർ സിസ്റ്റം. ആൻഡ് സിറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റസ്റ്റ് ഔട്ട്സൈഡ് ദി സോളാർ സിസ്റ്റം. ഇത്രയും നോക്കിയിരിക്കുക, നോട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലാനറ്റ്, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് തന്നെയാണ് ഏറ്റവും കോൾഡസ്റ്റ്, ദാറ്റ് ഈസ് നെപ്റ്റ്യൂൺ. പിന്നെ ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ എന്ന രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. നോട്ട് എ സ്റ്റാർ, ദാറ്റ്സ് എ പ്ലാനറ്റ്. അതാണ് വീനസ് എന്ന് പറയുന്നത്. അതുപോലെ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ, ഫാർത്തസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും അകലെയുള്ള പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. പ്ലാനറ്റ് വിത്ത് മാക്സിമം സാറ്റലൈറ്റ്, സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകളുള്ള പ്ലാനറ്റ് ഏത്? ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് ജൂപ്പിറ്റർ ആണെങ്കിൽ ഇപ്പോൾ ജൂപ്പിറ്ററിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പോൾ സാറ്റേൺ ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സാറ്റേണിന് ചുറ്റും കാണുന്ന വലയത്തിലെല്ലാം സാറ്റലൈറ്റുകളാണെന്നാണ് പുതിയ കണ്ടെത്തൽ. നമ്മൾ കൂടുതൽ ശക്തിയേറിയ ദൂരദർശിനികൾ വെച്ച് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഫാസ്റ്റസ്റ്റ് റെവല്യൂഷനുള്ള പ്ലാനറ്റ് ഏത്? ഏറ്റവും വേഗത്തിൽ റെവല്യൂഷൻ നടത്തുന്ന പ്ലാനറ്റ് ഏതാണ് സോളാർ സിസ്റ്റത്തിൽ? ദാറ്റ് ഈസ് മെർക്കുറി. മെർക്കുറിയാണ് ഏറ്റവും വേഗത്തിൽ റെവല്യൂഷൻ നടത്തുന്നത്. ഓക്കെ, കാരണം എന്താണ്? അത് സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷനുള്ളതും വളരെ വേഗത്തിൽ അത് സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാണ് എന്നുള്ള ചോദ്യം സാധാരണ വരാറുണ്ട്. ഏറ്റവും ചൂടുള്ളത് വീനസിൽ തന്നെയാണ്. കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അതുപോലെ സാധാരണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ ഡെൻസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏത്? പ്ലാനറ്റുകൾ വെച്ച് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പ്ലാനറ്റ് ഏത് എന്ന ചോദ്യത്തിന് നമ്മുടെ ഭൂമിയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, പിന്നെ ഫാസ്റ്റസ്റ്റ് റൊട്ടേഷനുള്ള പ്ലാനറ്റ്, ഫാസ്റ്റസ്റ്റ് റൊട്ടേഷൻ, നോട്ട് റെവല്യൂഷൻ, റൊട്ടേഷൻ വളരെ വേഗത്തിൽ നടത്തുന്നത് ആരാണ്? ജൂപ്പിറ്ററാണ്. ഏറ്റവും വേഗത്തിൽ, നല്ല വലിപ്പമുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നിയറസ്റ്റ് പ്ലാനറ്റ് ടു എർത്ത്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏത്? അതും ഏതാണ്? വീനസ് തന്നെയാണ്. മനസ്സിലായല്ലോ. നിയറസ്റ്റ് പ്ലാനറ്റ് ടു സൺ പക്ഷേ മെർക്കുറിയാണ്. മെർക്കുറിയാണ് ഏറ്റവും അടുത്ത്, സൂര്യനോട് അടുത്ത് കാണപ്പെടുന്നത്. അതുപോലെ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഒന്നുണ്ട്, അതിനെയാണ് നമ്മൾ മാഴ്സ് എന്ന് പറയുന്നത്. മാഴ്സാണ് റെഡ് പ്ലാനറ്റ്. ഏറ്റവും പതുക്കെ
സൂര്യനെ ചുറ്റുന്ന റെവല്യൂഷൻ ഏറ്റവും സ്ലോയിൽ നടക്കുന്ന പ്ലാനറ്റുണ്ട്, അതിനെ നമ്മൾ നെപ്റ്റ്യൂൺ എന്ന് പറയും. പിന്നെ ഏറ്റവും സ്മോളസ്റ്റ് പ്ലാനറ്റ് അത് മെർക്കുറിയാണ്. ഏറ്റവും സ്ലോവസ്റ്റ് റൊട്ടേഷൻ നടക്കുന്ന ഒരു പ്ലാനറ്റും കൂടെ ഉണ്ട്, ഏറ്റവും സ്ലോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന, സ്പിൻ ചെയ്യുന്ന. ദാറ്റ് പ്ലാനറ്റ് ഈസ് നോൺ ആസ് വീനസ്. ഓക്കെ. അതുപോലെ വേറെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും സ്മോളസ്റ്റ് സാറ്റലൈറ്റ് ഏതാണെന്ന്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് സാറ്റലൈറ്റ്, ആ സാറ്റലൈറ്റ് മാർസിൻ്റെതാണ്, ഡിമോസ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ എർത്തിൻ്റെ ട്വിൻ സാറ്റലൈറ്റായിട്ട് കാണപ്പെടുന്ന എർത്തിൻ്റെ ട്വിൻ, ഇരട്ടയായിട്ട് എർത്തിനെയും മറ്റൊരു സാറ്റലൈറ്റിനെയും ചേർത്ത് പറയും, ദാറ്റ് ഈസ് വീനസ്. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഭൂമിയുടെ ചുറ്റിനും അന്തരീക്ഷമുണ്ടോ നിങ്ങൾക്കറിയാം. ഈ ഭൂമിയുടെ ചുറ്റിനും അന്തരീക്ഷം ഉള്ളതുപോലെ തന്നെ അന്തരീക്ഷമുള്ള മറ്റൊരു സാറ്റലൈറ്റ് കൂടെ ഈ സോളാർ സിസ്റ്റത്തിലുണ്ട്. അതിൻ്റെ പേരെന്ത് എന്ന് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് ടൈറ്റാൻ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ലഭിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുമ്പോഴുള്ള കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ നോക്കണം. ഈ എഴുതി കാണിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കുക. ഇൻഹാബിറ്റൻസ് ആർ അൺഅവെയർ ഓഫ് ദ സ്പീഡ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ പ്ലാനറ്റ് എർത്ത് ബിക്കോസ്. ഭൂമി കറങ്ങുന്നതിൻ്റെ സ്പീഡിനെ കുറിച്ച് ഇൻഹാബിറ്റൻസായ നമ്മൾ അറിയാറില്ല. എന്തുകൊണ്ടെന്നാൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ദ ആംഗുലർ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഈച്ച് പ്ലേസ് ഓൺ ദ എർത്ത് സർഫസ്. നമ്പർ 2, ദറ്റ് അറ്റ്മോസ്ഫിയർ റൊട്ടേറ്റ്സ് വിത്ത് ദ എർത്ത്. നമ്പർ 3, there are no nearby objects either stationary or moving at a rate different from that of earth. ഇങ്ങനെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഒള്ളി എന്ന്, രണ്ടാമത്തത് 1 and 2 ഒള്ളി എന്ന്, മൂന്നാമത്തത് 2 and 3 ഒള്ളി എന്ന്, നാലാമത്തത് 1, 2 and 3. 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ് എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. കാരണം ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും 1ഉം 2ഉം 3ഉം ശരിയാണ്. കാരണം ഈ ഓർബിറ്റൽ സ്പീഡും അഥവാ ഈ സ്പിന്നിങ് സ്പീഡ് ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ആക്സലറേഷനോ ഡിസാക്സലറേഷനോ റിട്ടാർഡേഷനോ ഒന്നും ഫീൽ ചെയ്യാത്തത്. അതായത് നമ്മളുടെ ഭൂമി കറങ്ങുന്നതിനൊപ്പം നമുക്ക് ആക്സലറേഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ ഓർബിറ്റിൻ്റെ സ്പീഡും അതുപോലെ അത് സ്പിൻ ചെയ്യുന്ന സ്പീഡും രണ്ടും ഒരുപോലെ ആയതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഒന്നും സംഭവിക്കാത്തത്. അതുപോലെ പീപ്പിൾ ആർ വെരി ക്ലോസ് ടു എർത്ത്. അതായത് ഭൂമിയിൽ ജനങ്ങളെ ഭൂമി പിടിച്ചു നിർത്തുന്ന അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണ്. അപ്പോൾ വളരെ അടുത്ത് തന്നെ പിടിച്ച് വലിച്ചു നിർത്തിയിരിക്കുകയാണ് ഭൂമി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്നറിയാവോ? ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം തന്നെ അതായത് ആ സ്പീഡ് ഓഫ് റൊട്ടേഷൻ അഥവാ ആംഗുലർ വെലോസിറ്റി എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അഥവാ ഈ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഭൂമിയുടെ ക്രസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളും അതേപോലെ കറങ്ങുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു സ്പീഡ് വേരിയേഷൻ തോന്നുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കറങ്ങുന്ന ബോളിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് സ്പീഡ് വേരിയേഷൻ തോന്നാം. അതുപോലെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ സ്പീഡ് വേരിയേഷൻ നമുക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഭൂമി കറങ്ങുന്നതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറും കറങ്ങുകയാണ്. കാരണം ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഗ്രാവിറ്റി കൊണ്ടാണ് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത്. അതുപോലെ ഭൂമിയിലെ ഓഷനിലെ വെള്ളം അതും ഗ്രാവിറ്റി കൊണ്ട് ഭൂമിയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളവും അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറും എല്ലാം ഒന്നിച്ച് കറങ്ങുന്നതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്ത് വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും കൃത്യമാണ്, കറക്റ്റാണ് എന്ന് പറയാം. ഓക്കെ.
ഇനി അടുത്തൊരു ഈ ചോദ്യത്തിലേക്ക് കടന്നേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഓഫ് ദ വേൾഡ് വുഡ് റെപ്രസെൻറ്റ് ദ ഗ്രേറ്റസ്റ്റ് ലീനിയർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ റൊട്ടേഷൻ മൂലം ഏറ്റവും കൂടുതൽ ലീനിയർ വെലോസിറ്റി അനുഭവപ്പെടുന്ന, റൊട്ടേഷണൽ വെലോസിറ്റി അല്ല, ലീനിയർ വെലോസിറ്റി അനുഭവപ്പെടുന്ന ടൗൺ ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന്. 1 കമ്പാല ഇൻ ഉഗാണ്ട, 2 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇൻ റഷ്യ, 3 മാഡ്രിഡ് ഇൻ സ്പെയിൻ, 4th സ്റ്റോക്ക്ഹോം ഇൻ സ്വീഡൻ. ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് വരുന്നത് അല്ലെങ്കിൽ വരേണ്ടത് എപ്പോഴും ഇക്വിറ്റോറിയൽ റീജിയനിലുള്ള ഉഗാണ്ട, കമ്പാല എന്ന ടൗണാണ്. ഈ 4 എണ്ണത്തിൽ ഏറ്റവും ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്നത് കമ്പാലയാണ്. അപ്പോൾ ഇക്വേറ്ററിനോട് ചേർന്ന്, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ലീനിയർ വെലോസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. കാരണം അവിടെ എർത്തിൻ്റെ റേഡിയസ് കൂടുതലായതുകൊണ്ട്. അവിടുത്തെ സ്പീഡ്, ഇപ്പോൾ ഈ കമ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ സ്പീഡ് 21 ഇഞ്ചസ് പെർ സെക്കൻഡാണ്. ലീനിയർ വെലോസിറ്റി, അതായത് അതിൻ്റെ ലീനിയർ വെലോസിറ്റി 21 ഇഞ്ചസ് പെർ സെക്കൻഡാണ് കമ്പാലയിൽ. നേരെ മറിച്ച് റഷ്യയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും അതൊക്കെ സ്പെയിനൊക്കെ പോളിനോട് അടുത്ത, സ്വീഡനൊക്കെ പോളിനോട് അടുത്ത പ്രദേശങ്ങളാണ്. അവിടെയെല്ലാം വേഗത എപ്പോഴും ലീനിയർ വെലോസിറ്റി ഇതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ഉത്തരം കമ്പാല ഇൻ ഉഗാണ്ട ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഓർ ഈസ് കറക്റ്റ്? ഏതാണ്? എർത്ത് ക്രസ്റ്റ് ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. നമ്പർ 2, the mean thickness of the oceanic crust is 15 km, whereas that of the continental crust is around 30 km. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എർത്തിൻ്റെ ക്രസ്റ്റ് ബ്രിട്ടിലാണെന്ന്, രണ്ടാമത്തത് മീൻ തിക്നെസ് ഓഫ് ദി ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 15 കിലോമീറ്റേഴ്സ് ആണെന്നും, അല്ലാത്ത കോണ്ടിനെൻറ്റിൻ്റെ ഭാഗത്തത് 30 കിലോമീറ്റർ ആണെന്നാണ് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, അതിൽ ശരിയായ ഉത്തരം 1 ആണ്. 1 only എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ക്രസ്റ്റ് ബ്രിട്ടിലാണ്. കാരണം അവിടെ ക്ലേ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, കോളുണ്ട്, റോക്സ് ഉണ്ട്, അതുകൊണ്ടത് ബ്രിട്ടിലാണ്. എന്നാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്ന 15 കിലോമീറ്റർ ഉണ്ട് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. വെറും 5 കിലോമീറ്ററേ ഓഷ്യാനിക് ക്രസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അടുത്തതായി താഴെ കാണുന്ന ചോദ്യം കൂടെ ഒന്ന് നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി? ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പ്ലാനറ്റ് ഈ താഴെ കാണുന്നതിൽ ഏതാണ്? മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, എർത്ത്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്, എർത്താണ് എൻ്റെ കൃത്യമായ ആൻസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ഫ്രം ദ എമംഗ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഈസ് ലാർജസ്റ്റ് ഇൻ സൈസ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഏറ്റവും വലിയ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന 4 പ്ലാനറ്റുകളിൽ വെച്ച് ഏറ്റവും വലുത് ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ അതുമാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം നമുക്ക് നോർമലി അറിയാം, എർത്താണെങ്കിൽ 6371 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്, വീനസിന് 6052 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്, മാർസിനാണെങ്കിൽ 3390 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്, മെർക്കുറിക്ക് 2440 കിലോമീറ്റർ റേഡിയസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ വലുത് നമ്മുടെ എർത്ത് തന്നെയാണ്. കാരണം 6371 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഭൂമിയാണ് ഈ കൂട്ടത്തിൽ, ഈ താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിലെ ലാർജസ്റ്റ്, അല്ലാതെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് അല്ല. ഈ 4 ഓപ്ഷൻസിലെ ലാർജസ്റ്റ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എൻവയൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ എൻവയൺമെൻറ്റൽ എഫക്റ്റുകൾ വരുന്ന പോയിൻറ്റുകൾ ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡെയിലി ഓർ ഡൈയൂണാൾ റിഥം ഇൻ ഡേലൈറ്റ് ആൻഡ് എയർ ടെമ്പറേച്ചർ. നമ്പർ 2, ഫ്ലോ ഓഫ് പാത്ത് ഓഫ് ബോത്ത് എയർ ആൻഡ് വാട്ടർ ടേൺഡ് കൺസിസ്റ്റൻ്റ്ലി ഇൻ എ സൈഡ്വേർഡ് ഡിറക്ഷൻ. മൂന്നാമത്തത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടൈഡ്സ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തതിൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സാക്ട്ലി ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ 1ഉം 2 ഉള്ളു,
രണ്ടാമത്തെ ഓപ്ഷൻ 1 and 3 ആണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ 1, 2 and 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ 3 ഒള്ളിയാണ്. ഇതിൽ കറക്റ്റ് ആൻസർ സി ആണ്. 1ഉം 2ഉം 3യും ഈ റൊട്ടേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഡെയിലി എന്ന് പറയുന്ന ഡേ ആൻഡ് നൈറ്റ് വരുന്നത്, ഡേ ലൈറ്റും എയറും ടെമ്പറേച്ചറും ഇതെല്ലാം വരാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ റൊട്ടേഷനാണ്. ഭൂമി സ്പിൻ ചെയ്യുന്നത് മൂലമാണ്, റൊട്ടേഷൻ മൂലമാണ്. അതുപോലെ എയറും വാട്ടറും കൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ, അതായത് നമ്മുടെ ഈ ഭൂമിയുടെ സ്പിൻ മൂലമാണ് ശരിക്കും അറ്റ്മോസ്ഫിയറിലുള്ള എയർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയർ നോർത്ത് പോളിലായാലും സൗത്ത് പോളിലായാലും ഇക്വേറ്ററിൻ്റെ അടുത്തായാലും അറ്റ്മോസ്ഫിയർ എയർ മൂവ് ചെയ്യാനുള്ള പ്രധാന കാരണം സ്പിൻ ഓഫ് ദി എർത്ത്, ദാറ്റ് മീൻസ് റൊട്ടേഷനാണ്. അതുപോലെ ടൈഡ് മൂലമാണ്, ടൈഡ് വരാനുള്ള പ്രധാന കാരണവും റൊട്ടേഷനാണ്. ഡേ ആൻഡ് നൈറ്റ് വരുന്നതനുസരിച്ച് ആണ് ടൈഡ് വരുന്നത്. ടൈഡിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂണിൻ്റെയും അതുപോലെ തന്നെ സണ്ണിൻ്റെയും അട്രാക്റ്റീവ് പവർ എഫക്റ്റ് ചെയ്യുന്നത് മൂലമാണ് ടൈഡ് വരുന്നത്. പക്ഷേ ആ ടൈഡ് വരുമ്പോൾ ഈ റൊട്ടേഷൻ അനുസരിച്ചാണല്ലോ ഈ മൂണിനോട് അടുത്തോട്ട് ഈ ഓഷൻ പോർഷൻസ് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ റൊട്ടേഷൻ കാരണം തന്നെയാണ് ടൈഡും വരാൻ കാരണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച പോയിന്റുകളിൽ ഡേ ആൻഡ് നൈറ്റ് വരുന്നതും ടൈഡ് വരുന്നതും റൊട്ടേഷനാണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ പോയിൻ്റാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 and 3 എന്നാണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, ഡ്യൂറിങ് സോളാർ എക്ലിപ്സ്, കാരണം 2 തരം എക്ലിപ്സ് ഉണ്ട്, പിന്നെ ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും. ഇതിൽ സോളാർ എക്ലിപ്സ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏത് എല്ലാം സാധനത്തിൻ്റെ പൊസിഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ, ഒന്നാമത്തെ ഓപ്ഷൻ. 2, ദ മൂൺ കംസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. 3, മൂൺ കംസ് എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. 4th ഓപ്ഷൻ, ദ സൺ കംസ് ഇൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ മൂൺ. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് വരുന്നത്. സോളാർ എക്ലിപ്സ് ആകുമ്പോൾ എപ്പോഴും മൂണേ നടുക്ക് വരത്തുള്ളൂ. അത് രണ്ടിനും ഇടയിലായിരിക്കണം, സണ്ണിനും എർത്തിനും ഇടയിൽ വരുമ്പോൾ മാത്രമേ സോളാർ എക്ലിപ്സ് ഉണ്ടാവുകയുള്ളൂ. സോളാർ എക്ലിപ്സിന് 3 നടുക്ക് വരണം. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, വായിക്കുക. ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ സ്റ്റാർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. ഒരു സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നെസ്, കാരണം സ്റ്റാറുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പല പല അകലങ്ങളിൽ നിൽക്കുകയാണ്. അതിൻ്റെ ബ്രൈറ്റ്നെസ് എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, സൈസ് ആൻഡ് ടെമ്പറേച്ചർ ഓൺലി. ആ സ്റ്റാറിൻ്റെ സൈസും അതിൻ്റെ ടെമ്പറേച്ചറുമാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, സൈസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് എന്ന് പറയുന്നു. മൂന്നാമത്തത്, സൈസും ടെമ്പറേച്ചറും മാസുമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ബ്രൈറ്റ്നസ്സിന് കാരണമെന്ന് പറയുന്നു. നാലാമത്തെ ഓപ്ഷൻ, സൈസും ടെമ്പറേച്ചറും ഡിസ്റ്റൻസ് ഫ്രം ദി എർത്തുമാണെന്ന് പറയുന്നു. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ശരിയായ ഓപ്ഷൻ ഏത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാറിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ബ്രൈറ്റ്നസ്സിന്. കാരണം മാസ് കൂടുതലുണ്ടെങ്കിൽ സൈസ് കൂടുതലുണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും മാത്രമല്ല, ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് കൂടെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു സ്റ്റാർ നിൽക്കുമ്പോൾ അത് എത്രമാത്രം ബ്രൈറ്റാണ് എന്ന് നമ്മൾ അളക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അതായത് 32.6 ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാണുന്നത്. അപ്പോൾ ഈ 32.6 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നസ് മീനായിട്ട് എടുത്തിട്ട് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ബ്രൈറ്റ്നസ് പറയുന്നത്. അപ്പോൾ അകലം 32.6 ലൈറ്റ് ഇയർ എന്ന് പറയുന്ന അകലവും അതുപോലെ സൈസും അതുപോലെ ടെമ്പറേച്ചറും, ഇത്രയും കാര്യങ്ങൾ ഇതിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി, സൈസ്, ടെമ്പറേച്ചർ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. അക്കോർഡിംഗ് ടു ദ ജിയോ സയൻറ്റിസ്റ്റ്, ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഷേപ്പ് ഏത്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. റൗണ്ട് ആണെന്നും, സ്പെറിക്കൽ ആണെന്നും, ക്ലോസ് ടു ദാറ്റ് ഓഫ് എ സ്പിയർ ആണെന്നും, 4 ആൻ ഒബ്ലേറ്റ് എലിപ്സോയിഡ് ആണെന്നും. ഇതിന് വെറുതെ ആലോചിക്കാനൊന്നുമില്ല. ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻ ഒബ്ലേറ്റ് എലിപ്സോയിഡ് ആണ്
ഭൂമിയുടെ ഷേപ്പ്, അതായത് രണ്ട് പോളുകളും ചുരുങ്ങിയും ഇക്വേറ്റർ റീജിയൻ ബൾജ് ചെയ്ത് നിൽക്കുന്ന പൊസിഷൻ, അതിനെയാണ് നമ്മൾ ഒബ്ലേറ്റ് എലിപ്സോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ദ സമ്മർ ആൻഡ് വിൻ്റർ സീസൺ ഇൻ ആൻ ഇയർ ആർ കോസ്ഡ് ബൈ. ഒരു വർഷത്തിൽ സമ്മറും വിൻ്ററും അതെങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തേത് അഫീലിയോൺ അഥവാ ഫാർത്തസ്റ്റ് ആൻഡ് പെരിഹീലിയോൺ, നിയറസ്റ്റ് പൊസിഷൻസ് ഓഫ് ദി എർത്ത് ഫ്രം ദ സൺ ഡ്യൂറിങ് ദ ആനുവൽ റെവല്യൂഷൻ. ആനുവൽ റെവല്യൂഷൻ നടക്കുമ്പോൾ, അതായത് 1 ഇയറിൽ ഒരു ആനുവൽ റെവല്യൂഷൻ നടക്കുമ്പോൾ ഈ ഫാർത്തസ്റ്റ് പൊസിഷനും അതുപോലെ നിയറസ്റ്റ് പൊസിഷനും എർത്ത് വരും സണ്ണിനടുത്തേക്ക്. ഇത് മൂലമാണ് സമ്മറും വിൻ്ററും വരുന്നതെന്നുള്ളതാണ് ഒന്നാമത്തത്. 2, റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. രണ്ടാമത്തത് ഭൂമിയുടെ റൊട്ടേഷനാണെന്നാണ്, സ്പിൻ മോഷനാണെന്നാണ്. മൂന്നാമത്തെ വശം വേരിയേഷൻ സോളാർ ഇൻസുലേഷൻ. സോളാർ ഇൻസുലേഷൻ്റെ വേരിയേഷൻ മൂലമാണ്, ഡയറക്റ്റ് ഒൺലി സണ്ണിൻ്റെ എഫക്റ്റ് മൂലം മാത്രമാണ് ഇവിടെ സീസൺസ് വരുന്നതെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. 4ാമത്തെ ഓപ്ഷൻ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇൻക്ലൈൻഡ് ആക്സിസ്. റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇൻക്ലൈൻഡ് ആക്സിസ്. ആ ഇൻക്ലൈൻഡ് ആക്സിസ് ഭൂമി ഒരു ലേശം ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ചരിഞ്ഞ് നിൽക്കുന്ന പൊസിഷനിൽ തന്നെയാണത് സൂര്യന് ചുറ്റും റെവല്യൂഷൻ നടത്തുന്നത്. ഇതാണ് പിന്നെ ഈ സമ്മറും വിൻ്ററും വരാൻ കാരണമെന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ്. അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു അല്പം ടിൽറ്റായിട്ട് നിന്നുള്ള ആക്സിസിൽ ഈ സൂര്യന് ചുറ്റും ഭൂമി റെവല്യൂഷൻ നടത്തുന്നത് മൂലമാണ് സമ്മറും വിൻ്ററും വരുന്നത്. ഓക്കെ, അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഓക്കെ, ഇതുപോലെ ജിയോഗ്രഫിയുടെ പഠനം ഇതുകൊണ്ട് തീരുന്നില്ല. ഇതേപോലെയുള്ള അടുത്ത ടോപ്പിക്കുകൾ ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് പോർഷനിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഇതിൻ്റെ പ്രധാന പോയിൻറ്റുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ അടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. നമസ്കാരം.